എല്ലാവർക്കും നമസ്കാരം. പല്ലശ്ശേന വഴി കൊല്ലങ്കോട്ടേക്കൊരു യാത്ര, അതാണ് ഇന്നത്തെ വീഡിയോയിൽ. കൊല്ലങ്കോട് പ്രകൃതി മനോഹരമായ ഇന്ത്യയിലെ തന്നെ 5 ഗ്രാമങ്ങളിലൊന്ന്. കൊല്ലങ്കോടിലേക്ക് പോകേണ്ട വഴി 4 വഴിയിലൂടെ പോകാം. ഒന്ന് പാലക്കാട് പുതുനഗരം റൂട്ടിലൂടെ, പിന്നെ ഒന്ന് ഗോവിന്ദപുരം റൂട്ട്, പിന്നെ ഒന്ന് നെന്മാറ റൂട്ട്. പക്ഷേ ഏറ്റവും മനോഹരമായ ഒരു വഴിയുണ്ട്. പക്ഷെ അധികമാരും ഈ വഴി പോകാറില്ല. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, വെളിയിലുള്ള ആളുകൾക്ക് ഈ വഴിയെപ്പറ്റി അറിയത്തില്ല. രണ്ടാമത്, ഈ വഴി കുറച്ച് ചെറിയ വഴിയാണ്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പുതുനഗരം വഴിയാണ് കൊല്ലങ്കോട്ടേക്ക് പോവാറ്. എൻ്റെ വീട് കൊടുവയിലാണ്. കൊല്ലങ്കോട് സോഷ്യൽ മീഡിയയിലും ഫേമസ് ആകുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ ഞാൻ കൊല്ലങ്കോട് എപ്പോഴും ബൈക്ക് റൈഡ് പോകാറുണ്ട്. അപ്പോൾ എപ്പോഴും പല്ലശ്ശേന വഴി മാത്രമാണ് ഞാൻ പോവാറ്. കൊടുവയർ കാക്കിയൂർ വഴി വരുമ്പോൾ ഇതുപോലൊരു ബോർഡ് കാണാം. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പല്ലശ്ശേന അമ്പലമെത്തും. അവിടെ നിന്നാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അപ്പം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല്ലശ്ശേന റൂട്ടാണ്. ഇതാണ് പല്ലശ്ശേന അമ്പലത്തിലേക്കുള്ള വഴിയാണ്. ഈ ഭാഗങ്ങൾ കാണാൻ നല്ല രസമാണ്. ഇവിടെ പല്ലശ്ശേന, ഇവിടെ ഒരുപാട് കലാകാരന്മാരും അതുപോലെ തന്നെ ഓണത്തിലൊക്കെ നടക്കുന്നത് നമ്മുടെ ഈ പല്ലശ്ശേനയിലാണ്. അതുപോലെ തന്നെ പല്ലശ്ശേനയിലൊരു വാമലുണ്ട്, മനോഹരമായൊരു മലയാണ്. അത് ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വാമലെത്താം. എൻ്റെ ചെറുപ്പത്തിലൊക്കെ സൈക്കിള് വാടകയ്ക്ക് എടുത്തിട്ട് വരുമായിരുന്നു. അന്ന് കയ്യിൽ സൈക്കിള് പോലും ഇല്ലല്ലോ. ഇപ്പോഴല്ലേ എല്ലാവർക്കും ബൈക്കെല്ലായത്. അപ്പോൾ അതൊക്കെ ഫ്രണ്ട്സുമായിട്ട് വരുന്ന ഒരു പ്രത്യേക സുഖമാണ്. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ തന്നെ 2 വാമലുണ്ട്. ഒന്ന് പല്ലാവൂരാണ്, പല്ലശ്ശേനയുടെ അടുത്ത് പല്ലാവൂരുണ്ട്. അവിടെയാണ് കുഞ്ഞിരാമായണം സിനിമയിലെ ഷൂട്ടിംഗ് ചെയ്തത്. നമ്മൾ വരുമ്പോൾ തന്നെ ഒരുപാട് ഷൂട്ടിംഗ് സ്പോട്ടെല്ലാം കഴിഞ്ഞു. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ വെറും ഒരു റൈഡാണ്, ജസ്റ്റ് ഒരു റൈഡ് പോവുക. ഈ കാണുന്നതാണ് പല്ലശ്ശേന അമ്പലം. പല്ലശ്ശേന അമ്പലത്തിൽ ഇപ്പോൾ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെല്ലാം വരാറുണ്ട്. അതുകൊണ്ട് ഈ ഞായറാഴ്ചകളിലും ലീവ് ദിവസങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് തിരക്കായിരിക്കും. ഇന്നിപ്പോൾ ഒരു വർക്ക് ഉണ്ടായാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ അത്ര തിരക്കില്ല. നമ്മൾ പോകുന്നത് ഒരു സ്കൂട്ടിയിലാട്ടാ. ഞങ്ങൾ 2 പേരുണ്ട്. സ്കൂട്ടി പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂട്ടി പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല കാഴ്ചകൾ, നല്ല നല്ല ബ്യൂട്ടി, എന്താ പറയുക, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി അവിടെ നിർത്തിയിട്ട് നമുക്ക് ആ വീഡിയോ അതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 15 കിലോമീറ്ററിനുള്ളിൽ എവിടെ പോവുകയാണെങ്കിലും ഞാൻ സ്കൂട്ടിയെ എടുക്കാറുള്ളൂ. അതിനും കൂടുതൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം കാർ എടുക്കും. കുറേ കാലമായിട്ട് ഇവിടെ ഒരു പാലത്തിൻ്റെ പണി നടക്കുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചായിരുന്നു. വലത്തോട്ട് കൂടിയാണ് വിടുന്നത്. ഇപ്പോൾ ഇവിടെ വിടുന്നുണ്ട്. പാലത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് വലത്തിലോട്ട് ഒരു കള്ള് ഷാപ്പുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഒരുപാട് നിറയെ കള്ള് ഷാപ്പുകളുണ്ട്. അവിടെ നമ്മൾ വലത്തോട്ട് കാണുന്ന കള്ള് ഷാപ്പിൻ്റെ പേര് തന്നെ സ്വർഗമാണ്. ഇതാണ് ആ പാലം. ഈ പാലത്തിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പല്ലശ്ശേന പഞ്ചായത്തിനെയും അതുപോലെ തന്നെ ഇനി നമ്മൾ പോകാൻ പോകുന്ന എലവഞ്ചേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലം. എലവഞ്ചേരി പഞ്ചായത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, എലവഞ്ചേരി പഞ്ചായത്ത് കൃഷിക്കാർ, ഒരുപാട് പച്ചക്കറി കൃഷിക്കാരുള്ള ഒരു സ്ഥലമാണ് എലവഞ്ചേരി. അതുപോലെ തന്നെ നെൽകൃഷിയും ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ 2 മിനിറ്റ് വണ്ടി നിർത്തിയിട്ട് ആ വിഷ്വൽ ബ്യൂട്ടി, ആ രാവിലത്തെ ആ ഒരു തണുത്ത കാറ്റോടുകൂടിയ ആ ഒരു പ്രകൃതി ഭംഗി ഒന്ന് കുറച്ച് നേരം ആസ്വദിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പോവാണ്. പിന്നെ ഈ വഴിയിലൂടെ നമ്മൾ കാറിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന അറിയില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ സ്കൂട്ടി അല്ലെങ്കിൽ ബൈക്ക് ചൂസ് ചെയ്യുന്നത്. ആ ബൈക്കിൽ അതും രാവിലെയോ വൈകിട്ടോ വരണം. ഇപ്പം ഡിസംബറാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും മാർച്ച് ഏപ്രിൽ, ആ സമയങ്ങളിൽ മാർച്ച് ഏപ്രിൽ മെയ് പാലക്കാട് ഒരു സ്ഥലത്തും രാവിലെയോ വൈകിട്ടോ അല്ലാതെ നമ്മൾ പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ വെയിൽ അത്രയ്ക്കും വെയിലുണ്ട്. ഒരു 3-4 വർഷം മുമ്പ്, ആ സമയത്ത് ഈ വാർത്തയൊന്നും വന്നിട്ടില്ല കേട്ടോ. ഈ കൊല്ലങ്കോട് 10 ഗ്രാമം, മികച്ച 10 ഗ്രാമങ്ങളിൽ ഒന്നാണെന്ന്, മനോഹരമായ ഗ്രാമങ്ങളിൽ ഒന്നാണെന്ന്. അപ്പോൾ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഫേമസ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവർ നാടൊന്ന് കാണാൻ വേണ്ടി വന്നു. അതെനിക്ക് തോന്നുന്നത് ഏപ്രിൽ മെയ് ആ സമയത്താണ്, വെക്കേഷനാണ് വന്നത്. അപ്പോൾ എനിക്കറിയില്ലല്ലോ, വെയിലത്ത് എടുത്തിട്ട് പോയി. അവർ പറഞ്ഞു, എന്താടാ ഇത് ഇത്രയ്ക്കും ചൂട്, എനിക്ക് നിങ്ങളുടെ പാലക്കാട് കണ്ട ഒന്നും കാണണ്ട. പക്ഷെ അപ്പം എനിക്കും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലായിരുന്നു. നമ്മളിത് ഏത് സമയം, നമ്മൾ ഏതൊരു നാടും ആസ്വദിക്കണമെങ്കിൽ
നമ്മളതിൻ്റെ ആ ഗോൾഡൻ ലൈറ്റ്, ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം പറയും ഗോൾഡൻ ലൈറ്റ്, ഗോൾഡൻ ഹവർ, രാവിലെയും 8 മണിക്ക് മുമ്പും വൈകുന്നേരം 5-5:30 ശേഷവും. അപ്പം മാത്രമാണ് ഇതുപോലുള്ള പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കള്ള് ഷാപ്പ് കണ്ടത്. പച്ചപ്പരവതാനികൾക്ക് നടുവിലായിട്ടൊരു കള്ള് ഷാപ്പ്. എന്താണ് ഇതിനൊക്കെയല്ലേ പേര് സ്വർഗം. അങ്ങനെ കള്ള് ഷാപ്പ് കണ്ട് തിരിച്ചു വരുമ്പോഴാണ് അവിടെ ഒരു കുളം കണ്ടത്. ഇപ്പം അതിൽ ഫുള്ള് ആമ്പലെല്ലാം വന്ന് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ, ഇതുപോലുള്ള നാടുകളിലെല്ലാം ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കുറച്ചു കാലം മാറി നിൽക്കണം. ഞാൻ വർഷങ്ങളായിട്ട് നാട്ടിലില്ല, അപ്പോൾ വല്ലപ്പോഴും മാത്രമാണ് നാട്ടിൽ വരുന്നത്. അതുകൊണ്ട് എനിക്കിത് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും, എന്തിന് രാവിലത്തെ ആ കുളത്തിലെല്ലാം വന്നിട്ട് ഒരു കുളിക്കുന്ന കുളി പോലും അത്രയ്ക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം ഒരുപാട് പേര് നാട്ടിലുണ്ട്. അപ്പോൾ അവരോടെല്ലാം സംസാരിക്കുമ്പോൾ അവർക്കാർക്കും നമ്മുടെ സ്വന്തം നാട്ടിനെ പറ്റി ഒരു വിലയില്ല. കാരണം അതങ്ങനെയാണല്ലോ, മുറ്റത്തെ മുല്ലയ്ക്ക് എപ്പോഴും മണമില്ല. അങ്ങനെ നമ്മൾ കോവിലകം മുക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൈലൂരാണ്. നമ്മുടെ ആ വാർത്ത ഒന്നില്ലേ, മികച്ച ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നെന്ന്. അതിനുശേഷം ഇപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ മാത്രമാണ് നമുക്കിവിടെ വരാൻ പറ്റുക. ലീവ് നാളുകളിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെക്കേഷൻ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കാണ്, ബൈക്കുകാരും അങ്ങനെ ഒരുപാട്. അതെല്ലാം നല്ലതാണ്, ഈ ഒരു നാട്ടിന് ടൂറിസം വികസിക്കാൻ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇവിടെ സംബന്ധിച്ചിട്ട് ഇവിടെ നമുക്ക് കാണാൻ പ്രകൃതി ഭംഗി മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർ അറിയാലോ, ഒരുപാട് പേര് കുപ്പിയും പ്ലാസ്റ്റിക് ബോട്ടിൽസും എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സ്ഥിതി വന്നിരുന്നു. ആദ്യമൊക്കെ ഈ വഴി നമ്മൾ ബൈക്കിൽ വരുമ്പോൾ ആളുകൾക്കും ഒരു കൗതുകമാണ്, വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവരും സമ്മതിക്കുമായിരുന്നു. ഇപ്പോൾ അവർക്ക് അത് അത്രയ്ക്കും ഇഷ്ടമാവുന്നില്ല. കാരണം അവരെല്ലാം ഇവിടെ കൃഷിയും, അവരുടെ മെയിൻ കൃഷിയാണ്. അപ്പോൾ അവരുടെ കൃഷിയിടങ്ങളെല്ലാം, കൃഷിയിടത്തെല്ലാം വന്നിട്ട് ബോട്ടിലും അതുപോലുള്ള വേസ്റ്റ് സാധനങ്ങളെല്ലാം ഇടുമ്പോൾ അത് അവരുടെ ജീവിതത്തെ ബാധിക്കും. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര കണ്ടാലാണ് ഈ നാടിൻ്റെ ഭംഗി മതിയാവുക? ഇല്ല, ഒരിക്കലും മതിയാവില്ല. കാരണം ഓരോ നാളും നമുക്ക് ഓരോ പുതുമയാണ്. ആ രാവിലെ വരുമ്പോഴുള്ള ആ ഫ്രഷ്നെസ്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ മുഴുവൻ നെല്ലിയാമ്പതി മലനിരകൾ കൊടുക്കണം. നമ്മുടെ ഓരോ യാത്രയ്ക്കും നെല്ലിയാമ്പതി മലയും ഇനി സാക്ഷിയാവും. പിന്നെ സഞ്ചാരികളൊക്കെ വരുമ്പോൾ അവർ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ കൊല്ലങ്കോട് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ കുറച്ച് സ്ഥലങ്ങൾ. അതായത് അയ്യപ്പേട്ടൻ്റെ ചായക്കട, ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട, ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം, സീതാർകുണ്ട്, പിന്നെ വെള്ളരിമേട്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേ അതൊന്നുമല്ല കൊല്ലങ്കോട് വന്നിട്ട് നമുക്ക് ശരിക്കും കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ പ്രകൃതി മനോഹരമായ ആ വഴികളും അതുപോലെ ചെറിയ ചെറിയ ഇവിടെ ആൽമരങ്ങളെല്ലാം ഉണ്ടാവും. അതിന് താഴെ പോയിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്നാൽ തന്നെ മതി. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഒരു കാച്ചാംകുറിശി എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. ഇതും ഒരുപാട് ഫേമസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെളിയിലൊന്ന് അതിൻ്റെ വ്യൂ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഇതാണ് കാച്ചാംകുറിശി അമ്പലം. ഇതിനുള്ളിലെല്ലാം വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എല്ലാം അനുവദിക്കില്ല. അപ്പോൾ നമുക്കതിൻ്റെ വെളിയിലൊന്ന് കണ്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ച് യാത്ര തുടങ്ങാം. നമ്മളിനി പോകുന്നത് വെള്ളരിമേട്ടിലേക്കാണ്. വെള്ളരിമേട് ഇവിടുത്തെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ അവിടെ അധികം വെള്ളച്ചാട്ടമൊന്നും ഉണ്ടായില്ല, പക്ഷെ ജസ്റ്റ് അതിൻ്റെ വെള്ളരിമേട് വരെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. പിന്നെ ഈ കൊല്ലങ്കോടാക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ആ കാണുന്ന നെല്ലിയാമ്പതി മലനിരകളാണ്. അതുള്ളത് കൊണ്ടാണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടമുണ്ട്, നല്ല രാവിലത്തെ തണുത്ത കാറ്റ്, പ്രകൃതി ഭംഗി എല്ലാം ഉണ്ട്. പക്ഷേ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ മല വരുമ്പോൾ ആ സീനേ മാറി. പോകുന്ന വഴി ഒരു പാറക്കെട്ടിനിടയിൽ ഒരു ചെറിയൊരു ആമ്പൽക്കുളം കണ്ടുട്ടാണ്. അപ്പോൾ അത് നിർത്തിയിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. അപ്പോൾ അവിടെ വെള്ളരിമേട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ആരോ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ റോഡ് അത്യാവശ്യം നല്ല റോഡാണ്. ഇവിടെ പണ്ടെല്ലാം കാടുകളായിരുന്നല്ലോ. ഇപ്പോഴും ഇവിടെ ഒരുപാട് വനമേഖലകളുണ്ട്. പക്ഷേ വല്ലപ്പോഴൊക്കെ ഇവിടെ ആനകളൊക്കെ ഇറങ്ങാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ സീതാർകുണ്ട് കാണാൻ പോയിട്ട് ആനകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ആന ഇറങ്ങിയിട്ട്
നമുക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം നെല്ലിയാമ്പതിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെയും ഇതുപോലെ കൊമ്പന്മാരൊക്കെ ഇടയ്ക്ക് ഇറങ്ങാറുണ്ട്. പക്ഷേ സത്യം എന്തെന്നാൽ ഇനിയും സോഷ്യൽ മീഡിയയിലെല്ലാം ഫേമസ് ആവാത്ത കുറേ ഗ്രാമങ്ങളുണ്ട് കേട്ടോ അവിടെ. പനങ്ങാട്ടിരി എന്നൊക്കെ പറഞ്ഞാൽ കുറേ നല്ല അടിപൊളി മനോഹരമായ ഗ്രാമങ്ങൾ. പാലക്കാട് പൊതുവെ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണല്ലോ. ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ടിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദിലീപിൻ്റെ ഒരു സിനിമ, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമ, അങ്ങനെ കുറേ സിനിമകൾ ഈ അടുത്തായിട്ട് ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളപ്പോൾ അവിടെ അതാ ദൂരെ ഒരു വീട് കാണുന്നില്ലേ, ഇതൊരു കളമാണ്. ഇതും സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് ഫേമസ് ആണ്. ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം മുമ്പ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിർത്തി ഒന്ന് വണ്ടി നിർത്തിയിട്ട് അത് വെളിയിൽ മാത്രം ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. ഇപ്പോൾ ചെറിയ ചെറിയ കുന്നുകളെല്ലാം കാണാം, ചെറിയ ചെറിയ പാറക്കെട്ടുകളും. മുമ്പൊന്നും ഇവിടെ ഒരു കട പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറേ കടകളൊക്കെ, ചെറിയ ചെറിയ കടകളൊക്കെ, അതായത് ഇവിടുത്തെ വീട്ടുകാരെല്ലാം ചെറിയ ചെറിയ കടകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സഞ്ചാരികളെല്ലാം വരാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ ഒരുപാട് കടകളെല്ലാം ഇപ്പം ഉണ്ട്. ആദ്യമൊന്നും ഈ വഴി വരുമ്പോൾ ഒരു കട പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ റോഡ് കഴിയും. പിന്നെ ഓഫ് റോഡാണ്, കുറച്ച് ദൂരം ഓഫ് റോഡ് പോകേണ്ടി വരും. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് കൊല്ലംകോടുണ്ട്. ഇവരെല്ലാവരും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. ഒന്നില്ലെങ്കിൽ അവർ കൃഷിയുടെ എന്തെങ്കിലും വർക്ക് ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലാരെങ്കിലും ആ കൃഷിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് പാടങ്ങളോ, അങ്ങനെ കൃഷിയായിട്ട് ബന്ധപ്പെടാത്ത ആരും തന്നെ ഈ ഭാഗത്ത് അധികം ഉണ്ടാവാറില്ല. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗ്രാമങ്ങളും എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മാത്രമല്ല, അതുപോലെ തന്നെ വെളിയിലും ഒരുപാട് നല്ല നല്ല ഗ്രാമങ്ങളുണ്ട്. ഹരിയാനയും UP-യും അങ്ങനെയുള്ള ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, അതെല്ലാം കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നമ്മുടെ ഈ ചെറിയ ചാനലാണ്, പക്ഷേ ഉറപ്പായിട്ടും നമ്മുടെ ഈ ചാനലിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സീരീസ് ഉണ്ടാവും. നമ്മുടെ റോഡ് കഴിഞ്ഞുട്ടാ, ഇനി അങ്ങോട്ട് ടാറില്ല, മണ്ണ് റോഡാണ്. ഒരു ചെറിയൊരു ഓഫ് റോഡ്. ഇതിന് ചുറ്റും നിറയെ കവുങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. കവുങ്ങ് കൃഷിയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നമ്മുടെ അടുത്ത യാത്ര നെല്ലിയാമ്പതിയിലേക്കായിരിക്കും കേട്ടോ. കാരണം നെല്ലിയാമ്പതിയിലും പോയിട്ട് കുറേ കാലമായി. അവിടെ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്, പക്ഷേ അതിലൊന്നും ആരും വേസ്റ്റ് ഇടുന്നില്ല. അതിന് ചുറ്റുമാണ് ഇടുന്നത്. എന്താ അല്ലേ. അങ്ങനെ നമ്മൾ വെള്ളരിമേടെത്തി. അവിടെ ഒരു ചെറിയ ചായക്കട കണ്ടു. ഇത് ശരിക്കും ഒരു വനമേഖലയാണ്. നല്ല ബ്യൂട്ടിയാണ് ഇവിടെ കാണാൻ. ഇവിടെയാണ് വെള്ളച്ചാട്ടം ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ അവിടെ വെള്ളമില്ല എന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും ഇതിന് മുന്നോട്ട് പോകുന്നില്ല. ആ ചായക്കടയിൽ ആ മരങ്ങൾക്ക് തന്നെ എന്തൊരു ഫീലാണല്ലേ, കളർ കളറായി നിൽക്കുന്നില്ലേ. അവിടെ ഒരു ദൂരെ ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നതെന്ന്. ഇവിടെ അപകട സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് ജാഗ്രത പാലിക്കാൻ പറഞ്ഞു. നമ്മളെന്തായാലും ഇനി മുന്നോട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള സൈനോ സിമ്പലോ അവിടെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മറികടന്ന് ഒരിക്കലും പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ വെള്ളരിമേടെല്ലാം കണ്ട് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ടൊരു ചെറിയൊരു കടയാണ്, പെട്ടിക്കട. അപ്പോൾ അവിടെ പോയിട്ട് എന്തായാലും ആ ചേട്ടൻ്റെ കയ്യിൽ നിന്നൊരു ലോട്ടറിയെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ലോട്ടറി എടുക്കാൻ പോകണ്ട. എന്തായാലും അവിടെ 2 ചേട്ടന്മാരിയ്ക്കുന്നു. ഒരു ചെറിയ കട, ഒരു മരം, പിന്നെ അതിൽ ഒരു കുളം. ആസ്വദിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളൊന്നും വേണ്ട, ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ മതി അല്ലേ. കൊല്ലംകോട്ടെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.